ഹമാസ് ഭീകരരുടെ ചിത്രം മാനപ്പുറത്ത് എഴുന്നള്ളിച്ച സംഭവത്തിൽ ലീഗ് നേതാവിനെ വിമർശിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ടതിന് അറസ്റ്റ് ചെയ്ത ബി.ജെ.പി. പ്രവർത്തകനെ റിമാൻഡ് ചെയ്തു. തൃത്താല മേഴത്തൂർ സ്വദേശി സതീഷിനെയാണ് റിമാൻഡ് ചെയ്തത്. കഴിഞ്ഞ ഫെബ്രുവരി 19-നാണ് സതീഷ് ഫേസ്ബുക്ക് പോസ്റ്റിട്ടത്. അരുൺ ചേരുന്നു. അരുൺ, വിവരങ്ങൾ എന്താണ്? കഴിഞ്ഞ ഫെബ്രുവരി 16-നായിരുന്നു പാലക്കാട് തൃത്താല നേർച്ചയിൽ ഈ ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചത്. നമ്മൾ ജനം TV ആയിരുന്നു ഇത് സംബന്ധിച്ച് വാർത്ത പുറത്തുവിട്ടത്. തുടർന്ന് കഴിഞ്ഞ ആ ഫെബ്രുവരിയിൽ തന്നെ 19-ാം തീയതി സതീഷ് എന്ന വ്യക്തി ബി.ജെ.പി. പ്രവർത്തകനാണ്. അദ്ദേഹം ഫേസ്ബുക്കിൽ ഇത് സംബന്ധിച്ചൊരു പോസ്റ്റ് ഇട്ടിരുന്നു. പ്രത്യേകിച്ച് ഈ മുസ്ലിം ലീഗ് നേതാവ് ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഇതിനെ ന്യായീകരിച്ച് സംസാരിക്കുകയുണ്ടായി എന്നുള്ളതാണ്. കുട്ടികളല്ലേ എന്ന തരത്തിൽ ഈ ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച ആ സംഭവത്തെ അത് കുട്ടികൾ ചെയ്തൊരു പ്രവൃത്തിയല്ലേ എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിക്കുകയായിരുന്നു ഈ മുസ്ലിം ലീഗ് നേതാവ് ചെയ്തത്. ഇതിനെ വിമർശിച്ചുകൊണ്ട് ഈ തൃത്താല മേഴത്തൂർ സ്വദേശിയായ സതീഷ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ ചൊല്ലിയാണ് ഇപ്പോൾ തൃത്താല പോലീസ് ഈ ബി.ജെ.പി. പ്രവർത്തകനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നതും ഇപ്പം റിമാൻഡ് ചെയ്തിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും സംഭവത്തിൽ വലിയ ദേശീയവാദികളായ ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു വിമർശനം ഉയരുന്നുണ്ട്. കാരണം ഈ ഹമാസ് ഭീകരവാദികളായ ഇസ്മായിൽ ഹനിയെ, യഹിയ സിൻവാർ എന്നിവരുടെ ചിത്രങ്ങളായിരുന്നു ആനപ്പുറത്ത് എഴുന്നള്ളിച്ചിരുന്നത്. 2015 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അന്താരാഷ്ട്ര ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ തീവ്രവാദിയാണ് യഹിയ സിൻവാർ. അതുപോലെ 2018 ഭീകര പട്ടികയിൽ ഇസ്മായിൽ ഹനിയെയും ഉൾപ്പെടുത്തിയിരുന്നു എന്നിരിക്കെ ഇത്തരം ഭീകരരുടെ ചിത്രങ്ങൾ കേരളത്തിലൊരു നേർച്ചയ്ക്ക്, പള്ളി നേർച്ചയ്ക്ക് ആനപ്പുറത്ത് എഴുന്നള്ളിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ അത് കേരളം പോലൊരു സമൂഹത്തെ ഇത്തരം പ്രവർത്തികൾ അത് വലിയ ആശങ്ക അതിൽ രേഖപ്പെടുത്തുകയും ഒപ്പം തന്നെ അതിനെ പോലും ഒരു മുസ്ലിം ലീഗിന്റെ നേതാവ് ന്യായീകരിച്ച് സംസാരിക്കുമ്പോൾ അതിനെ തള്ളി പറയുകയാണ് സതീഷ് എന്ന ബി.ജെ.പി. പ്രവർത്തകൻ ചെയ്തത്. പക്ഷെ ആ സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ് ഇത്തരം ഒരു നടപടി എടുത്തിരിക്കുന്നത്.